നമസ്കാരം. കേരളത്തിൽ തിരഞ്ഞെടുപ്പ് ചൂട് കനക്കുമ്പോൾ ചിന്താ ജെറോമിനെയും തോമസ് ഐസക്കിനെയും പത്മജ വേണുഗോപാലിനെയും ട്രോളി നടൻ സലീം കുമാർ രംഗത്ത്. കഴിഞ്ഞ തവണ സലീം കുമാർ അടക്കം പല നടന്മാരും കോൺഗ്രസിന് വേണ്ടി വോട്ട് ചോദിച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നു. എന്നാൽ ഇത്തവണ പ്രചരണത്തിന് ഉണ്ടാകുമോ എന്നുള്ള ചോദ്യത്തിന് കേരള രാഷ്ട്രീയത്തെക്കുറിച്ച് വളരെ പരിഹാസരൂപേണ പ്രതികരിച്ചിരിക്കുകയാണ് നടൻ. പ്രത്യേകിച്ച് ഒന്നും ചെയ്യാതെ തന്നെ പലതവണ മത്സരിക്കാൻ സീറ്റ് ലഭിച്ചിട്ടുള്ള പത്മജ വേണുഗോപാൽ എന്നെ അവഗണിച്ചേ എന്ന് കരച്ചിലും ഒപ്പാരിയുമായി BJPയിൽ ചേരുന്നു. അതിനു മുൻപ് കേന്ദ്രമന്ത്രി വരെയായി സുഖിച്ചു നടന്ന പ്രൊഫസർ KV തോമസും അവഗണിച്ചു എന്ന പരാതിയുമായി ഇടത്തേക്ക് മാറി വീണ്ടും സ്റ്റേറ്റ് കാറും പദവിയും. മരുന്നെവിടെയെന്ന് ചോദിക്കുമ്പോൾ പൊതിച്ചോറിന്റെ കണക്ക് പറയുന്ന കോമഡി വേറെ. ഇതെല്ലാം കൂട്ടിക്കെട്ടി ഒരു പൊളിറ്റിക്കൽ കോമഡി സിനിമ ചെയ്താലോ എന്ന് ആലോചിച്ചതാണ്. ഇത് പറഞ്ഞ് ചിരിക്കുകയാണ് നടൻ സലീം കുമാർ. ലോക പരാജയങ്ങളായ ഇവരെയൊക്കെ കഥാപാത്രങ്ങളാക്കി സിനിമയെടുത്താൽ അത് 8 നിലയിൽ പൊട്ടില്ലേ എന്നോർത്താണ് ചിരിച്ചത്. എന്തിനാണ് വയ്യാത്ത പണിക്ക് പോകുന്നത് എന്നാണ് പരിഹാസരൂപേണ സലീം കുമാറിന്റെ മറുപടി. അത് കഴിഞ്ഞ് കോൺഗ്രസുകാരനല്ലേ, പ്രചരണത്തിനൊന്നും ഇത്തവണ പോകുന്നില്ലേ എന്ന ചോദ്യവും വന്നു. എന്തിന്? ഞാനിപ്പോൾ കോൺഗ്രസ് നേതാക്കളുടെ ഫോൺ പോലും എടുക്കാറില്ല. കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഞാൻ കോൺഗ്രസിന് വേണ്ടി വോട്ട് ചോദിച്ച് പ്രസംഗിച്ച് നടന്നിരുന്നുവെന്ന് നടൻ പറഞ്ഞു. കഴിഞ്ഞ തവണത്തെ നേട്ടം ഇത്തവണ UDFന് ഉണ്ടാകില്ലേ എന്ന ചോദ്യത്തിന് എന്തൊക്കെയോ അന്തർനാടകങ്ങൾ നടക്കുന്നുണ്ട് എന്നായിരുന്നു നടന്റെ മറുപടി. പത്മജയുടെ BJPയിലേക്കുള്ള എൻട്രിയും രാജേന്ദ്രന്റെ അടുപ്പവുമൊക്കെ ചില പന്തികേടുകളുടെ സൂചന നൽകും പോലെ. CPM-ഉം BJPയും തമ്മിൽ എന്തൊക്കെയോ ഡീൽ നടന്നതായി സംശയിക്കേണ്ടിയിരിക്കുന്നു. അതെന്താണ് എന്ന് വ്യക്തമല്ല. തിരഞ്ഞെടുപ്പ് ഫലം വരുന്നതോടെ അത് വ്യക്തമാകും എന്ന് കരുതാം. അടുത്ത ചോദ്യം ഇത്തവണ ഇന്ത്യ സഖ്യം അധികാരം പിടിക്കുമോ എന്നായിരുന്നു. എവിടെ പിടിക്കാൻ എന്നായിരുന്നു നടന്റെ മറുപടി. നരേന്ദ്രമോദി പവർഫുൾ നേതാവാണ് എന്ന് എതിരാളികൾ പോലും അംഗീകരിച്ചു കഴിഞ്ഞ കാര്യമാണ്. അഴിമതി ആരോപണങ്ങൾ ചിലതൊക്കെ അങ്ങിങ്ങ് കേൾക്കുന്നതല്ലാതെ ഒരു നേതാവിനെതിരെയും വ്യക്തമായ ആരോപണം ഉയർന്നിട്ടില്ല. പ്രധാന കാര്യം അതൊന്നുമല്ല. രാഹുൽ ഗാന്ധിയെ മോദിക്ക് ബദലായി ഉയർത്തിക്കാട്ടാൻ ഇന്ത്യ സഖ്യത്തിലെ മറ്റു പാർട്ടികൾക്ക് കഴിഞ്ഞിട്ടില്ല. ആകെ DMK മാത്രമാണ് രാഹുലിനെ ഉയർത്തിക്കാട്ടുന്നത്.